ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര പ്രതിജ്ഞാ റാലി സംഘടിപ്പിക്കുമെന്നും സമരം ജില്ലാടിസ്ഥാനത്തിൽ തുടരുമെന്നും സമരസമിതി അറിയിച്ചു. പ്രധാന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചതോടെയാണ് സമരത്തിന്റെ രൂപത്തിൽ മാറ്റം വരുത്തുന്നതെന്ന് ആശമാർ പറഞ്ഞു. 265 ദിവസം നീണ്ടുനിന്ന സമര പോരാട്ടം. ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിക്കുകയാണ്. 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചതും കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചതോടെയാണ് തീരുമാനം. ഓണറേറിയ വർധന CITUവിന്റെ ഇടപെടലിനെ തുടർന്നാണെന്ന അവകാശവാദം സമരസമിതി തള്ളി. എല്ലാ കാലത്തും ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന്റെ പങ്ക് പറ്റാൻ ആളുകളൊക്കെ വരാറുണ്ട്. അതങ്ങനെ ചെയ്തോട്ടെ, ഞങ്ങളതിനെ കണക്കാക്കുന്നില്ല. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നും ജില്ലാ തലങ്ങളിൽ സമരം തുടരുമെന്നും ആശമാർ അറിയിച്ചു. ഞങ്ങൾ 14 ജില്ലകളിലും നമ്മുടെ സംഘടന വളരെ അടിത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 21,000 രൂപ എന്ന് പറയുന്ന മിനിമം വേതനം, ഇപ്പോഴുള്ള മിനിമം വേതനം, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മിനിമം വേതനം കിട്ടുവാനുള്ള സമരം ഞങ്ങൾ തുടരും. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിരമിക്കൽ ആനുകൂല്യത്തിന് വേണ്ടി തുടരും. നിലവിലുണ്ടാക്കിയിരിക്കുന്ന സർക്കാർ സമ്മതിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഉറപ്പ് നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അത് ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ സമരം തുടരും. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്രതിജ്ഞാ റാലി സംഘടിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് റാലി ഉദ്ഘാടനം ചെയ്യും. പ്രതിമാസ ഓണറേറിയം 21,000 രൂപയാക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയവയാണ് ആശമാരുടെ പ്രധാന ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാത്ത സർക്കാരിനെതിരെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുമെന്നും സമരസമിതി അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള CPM CPI തർക്കങ്ങളിൽ മഞ്ഞൊരുക്കം. മന്ത്രി GR അനിൽ V ശിവൻകുട്ടിയെ വീട്ടിലെത്തി കണ്ട് ഖേദമറിയിച്ചു. ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയിരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. CPI സഖാക്കൾ സഹോദരന്മാരെ പോലെയെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രതികരിച്ചു. കണ്ണൂരിൽ ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച് AIYF നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. മഴ തോർന്നെങ്കിലും CPIക്കും CPMനും ഇടയിൽ മരം പെയ്യുന്നത് തുടരുകയായിരുന്നു. ഇതോടെയാണ് ഇരു പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വങ്ങൾ കടുത്ത തീരുമാനമെടുത്തത്. പരിഭവങ്ങളും പരാതികളും പരസ്യമായി പ്രകടിപ്പിക്കരുത്, പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കാനും നിർദ്ദേശം. പിന്നാലെ മന്ത്രി V ശിവൻകുട്ടിയെ കാണാൻ GR അനിൽ ഔദ്യോഗിക വസതിയിലെത്തി ഖേദമറിയിച്ചു. സന്ദർശനത്തെക്കുറിച്ച് V ശിവൻകുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: GR അനിൽ അദ്ദേഹത്തിന്റെ വീട് പോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള വീടാണ് എൻ്റെ വീടും. അദ്ദേഹം വന്ന് കാണുന്നതിൽ ഇത്ര വലിയ ഒരു അത്ഭുതപ്പെടാനുള്ള കാര്യം എന്താ? ഇടത് സഖ്യം ദുർബലപ്പെടുമെന്ന് ചിലർ മനക്കോട്ട കെട്ടിയത് വെറുതെയായെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ചില മാധ്യമങ്ങൾ ഒരുപാട് മനക്കോട്ടയെല്ലാം കെട്ടിക്കൊണ്ടിരുന്നു. 29-ാം തീയതി ക്യാബിനറ്റ് യോഗം നടക്കുമ്പോൾ അവിടെ പങ്കാളിത്തം ചിലരുടെ ഭാഗത്തുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പല വിശകലനങ്ങളും. പക്ഷെ CPIയിലെ സഖാക്കളെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ പോലെയാണ്. അനാവശ്യ പ്രകോപനങ്ങളിലേക്ക് പോകരുതെന്ന് ഇരു പാർട്ടികളും യുവജന വിദ്യാർത്ഥി സംഘടനകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച AIYF നേതാക്കൾക്ക് നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിന്റേതാണ് തീരുമാനം. LDF യോഗത്തിന് ശേഷം ജില്ലാ അടിസ്ഥാനത്തിൽ മുന്നണി യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനമായിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ വിശദീകരണവുമായി മന്ത്രി MP രാജേഷ്. ജനപങ്കാളിത്ത പ്രക്രിയയിലൂടെയാണ് ഈ നേട്ടത്തിലെത്തിയത്. ഇതൊന്നും മനസ്സിലാക്കാത്ത വിദഗ്ധരുടെ ചോദ്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും MP രാജേഷ് ആരോപിച്ചു. സത്യം മറച്ചുവെച്ചാണ് ദരിദ്രർ കേരളത്തിലില്ലെന്ന പ്രഖ്യാപനം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. 2021 ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനമായിരുന്നു ഇത്. അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. അതായത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ്. CPMന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ 4.5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ്. ഈ പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ 4.5 ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ 64,000 ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ്? ഷിജോ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഷിജോ, കേരള പിറവി ദിനത്തിൽ നടക്കാനിരിക്കുന്ന പ്രഖ്യാപനത്തിലൂടെ അതീവ ദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ആകാൻ ഒരുങ്ങുകയാണ് കേരളം. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ വിവാദങ്ങൾ തലപൊക്കുന്നത്. എന്താണ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്?
ജിൽസി, ഈ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കാനായിട്ട് സർക്കാർ ഒരുങ്ങുകയാണ്. കേരളപ്പിറവി ദിനത്തിലാണ് ആ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുക. അതൊക്കെ അങ്ങേയറ്റം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രതിപക്ഷം പറയുന്നത് ഇപ്പോൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് എന്നുള്ള ഒരു വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് മന്ത്രി എം പി രാജേഷിന്റെ വിശദീകരണമുണ്ട്. അത് അദ്ദേഹം പറയുന്നത് 2021 മുതൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് കേരളത്തിലെ ദരിദ്രരെ കണ്ടെത്തിയത്. അതീവ ദരിദ്രരെ കണ്ടെത്തി. അത് ഇത്രയും അധികം ആളുകളാണ്. 64,000 ദരിദ്രരുണ്ടായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ട് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി എന്നുള്ള കാര്യമാണ് മന്ത്രി എം പി രാജേഷ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് വിദഗ്ധർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ചോദിക്കുന്നത് LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് അതീവ ദരിദ്രർ, അതായത് പരമദരിദ്രരായിട്ടുള്ള 5,96,000 ആളുകൾ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാനത്ത് ഏതാണ്ട് 4,83,000-ഓളം ആദിവാസി കുടുംബങ്ങളുണ്ട്. അപ്പോൾ 1 ലക്ഷം ആദിവാസികളുണ്ട്. അതായത് 1 ലക്ഷത്തോളം കുടുംബങ്ങളിലായിട്ടാണ്. അപ്പോൾ സർക്കാരിന്റെ കണക്കിലേക്ക് വരുമ്പോൾ അത് വെറും 6,400 മാത്രമാണ്. അപ്പോൾ ഈ കണക്കൊക്കെ എങ്ങനെയാണ് സർക്കാർ കണ്ടെത്തിയത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതീവ ദരിദ്രരാണെന്നുള്ള പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഇത് കള്ളക്കണക്കാണ് സർക്കാർ പുറത്തുവിടുന്നത്, യഥാർത്ഥ കണക്ക് സർക്കാർ മറച്ചു വെക്കുകയാണ് എന്നുള്ള വിമർശനം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കാർഷിക സർവകലാശാല ഫീസ് വർധനയിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും പഠനം നിർത്തേണ്ടി വരില്ല. ഫീസ് വർധന സർക്കാരിന്റെ തീരുമാനമല്ല, സർവകലാശാലയാണ് തീരുമാനിച്ചതെന്നും പ്രശ്നം നാളെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഫീസിന്റെ വർധനവിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നടപ്പിലാവില്ല. നാളെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഒരു വിദ്യാർത്ഥിയും പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം നിർത്തി പോകേണ്ടിരുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നമുക്ക് ഉണ്ടാവുകയില്ല. യൂണിവേഴ്സിറ്റി പ്രത്യേകമായതുണ്ടല്ലോ, നമ്മുടെ മുമ്പിൽ വരികയില്ല. പക്ഷെ നമുക്ക് ഇടപെടാൻ പറ്റുന്നതുണ്ട്. ആ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യും. നെല്ല് സംഭരണത്തിൽ മില്ലുടമകളുടേത് നിഷേധാത്മക നിലപാടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. മില്ലുടമകൾ അനാവശ്യ വാശി കാണിക്കുന്നു. പ്രശ്നം ഇന്ന് പരിഹരിക്കാനാകുമെന്ന് കരുതുന്നു. ഭക്ഷ്യമന്ത്രി മില്ലുടമകളുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും കൃഷിമന്ത്രി പറഞ്ഞു. മില്ലുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അവർ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് ചെയ്തതെല്ലാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ തന്നെ വിളിച്ചു കൂട്ടിയ യോഗങ്ങളുണ്ട്. സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നിരവധി തവണ യോഗങ്ങൾ ചേർന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ഞാനും കൂടി പങ്കെടുത്ത് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അവിടെയും തീരുമാനമാവാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം എറണാകുളത്ത് ചേർന്നു. അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് മില്ലുടമകളുമായി ഒരു യോഗം ചേരുകയുണ്ടായി. വർദ്ധിപ്പിച്ച പെൻഷൻ നവംബറിൽ ലഭിക്കും. 3,600 രൂപയായിരിക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുക. കുടിശ്ശിക അവസാന ഗഡുവും നവംബറിൽ തീർക്കും. നവംബർ 20 മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1,864 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈമുറിച്ചു മാറ്റിയ പാലക്കാട് സ്വദേശിയായ 9 വയസ്സുകാരിയുടെ കുടുംബം. ഭക്ഷണത്തിനും വീട്ടുവാടക നൽകുന്നതിനും പണമില്ലെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത മീഡിയ വണ്ണിനോട് പറഞ്ഞു. കൈമുറിച്ചു മാറ്റിയതിന്റെ തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 9 വയസ്സുകാരി എത്തിയിട്ട് 32 ദിവസം കഴിഞ്ഞു. 5 സർജറി ഇതുവരെ നടത്തി. ഇപ്പോഴും കഠിനമായ വേദനയാണ് കുട്ടിക്ക്. അച്ഛനെയും അമ്മയെയും കുറച്ചു നേരം കാണാതായാൽ പോലും കുട്ടി കരച്ചിൽ തുടങ്ങും. അവൾക്ക് അത് അഴിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. അമ്മ എൻ്റെ കൈ പോയില്ലമ്മ, അമ്മ കൈ പോയില്ലേ കൊണ്ട് ഒരേ ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിലാണ്. കുടുംബത്തിന്റെ ഏക ആശ്രയമായ അച്ഛന് കൂലിവേലയ്ക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. വീട്ടുവാടക നൽകാനും മറ്റു ചിലവുകൾക്കും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. നമ്മളിപ്പോൾ കൂടെ തന്നെ ഇരിക്കണം, അതുകൊണ്ട് പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ 32 ദിവസമായി നമുക്ക് വാടക വീട്ടിലിരിക്കുന്നതുകൊണ്ട് വാടക കൂടുകയാണ്, ഓട്ടോ ചാർജ് എല്ലാം. നമുക്ക് ഇനി അവിടെ പോയാലേ എല്ലാം അറിയുള്ളൂ, കറണ്ട് ബില്ല് അത് ഇതെല്ലാം. പക്ഷെ ഇവർ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും പറഞ്ഞിട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരും ഇപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത പോലെ ആക്കുകയാണ്. ചികിത്സാ പിഴവിൽ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തെങ്കിലും കുട്ടിക്ക് നഷ്ടപരിഹാരം ഇതുവരെ നൽകിയിട്ടില്ല.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ജില്ലാ കളക്ടർ കത്തയച്ചത്. ഇത് പര്യാപ്തമല്ലെന്നും മന്ത്രിസഭ പ്രത്യേക ധനസഹായം നൽകണമെന്നും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ആവശ്യപ്പെട്ടു. മന്ത്രിസഭ തന്നെ ഈ കുട്ടിയുടെ ഈ വിഷയം പരിഗണിക്കുകയും അടിയന്തരമായി ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും അവർക്ക് പാസ്സാക്കുകയും വേണം എന്നാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന് പറയാനുള്ളത്. ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ കൊണ്ട് മാത്രം ചെറിയ പ്രായത്തിൽ കൈ നഷ്ടപ്പെട്ട കുഞ്ഞിന് നീതി ലഭിക്കണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. മീഡിയ 1 കോഴിക്കോട്. താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയതോടെ സമരസമിതി പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്ന് വൈകിട്ട് സമരം പുനരാരംഭിക്കുമെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഫ്രഷ് കട്ടിന് നിയന്ത്രണങ്ങളോടെ തുറന്നു പ്രവർത്തിക്കാൻ ജില്ലാ കലക്ടർ അനുമതി നൽകിയെങ്കിലും സ്ഥാപനം ഇന്ന് പ്രവർത്തിക്കില്ല. ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായതിന് പിന്നാലെ അടച്ചിട്ട ഫാക്ടറിക്കാണ് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ഫാക്ടറിക്ക് തുറക്കാൻ അനുമതി നൽകിയത്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെ പ്രവർത്തിക്കരുത്. പ്രതിദിനം 20 ടൺ മാത്രമേ അറവ് മാലിന്യം സംസ്കരിക്കാവൂ. പഴകിയ അറവ് മാലിന്യം ഫാക്ടറിയിലേക്ക് കൊണ്ടുവരരുത് തുടങ്ങിയവയാണ് നിയന്ത്രണങ്ങൾ. എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് സ്ഥാപനം നാളിതുവരെ പ്രവർത്തിച്ചതെന്നും പ്രക്ഷോഭം ശക്തമാക്കുമെന്നുമാണ് സമരസമിതി നിലപാട്. ഓരോ ഗ്രാമങ്ങളിലും ഞങ്ങൾ സമരസഹായ സമിതി രൂപീകരിച്ച് ആ ഗ്രാമവാസികളുടെ നേതൃത്വത്തിൽ ഈ ഫ്രഷ് കട്ടിലേക്ക് വരുന്ന മാലിന്യം തടയാനുള്ള ഞങ്ങളുടെ തീരുമാനം. ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാരും പറയുന്നു. ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. കാരണം ഇത്രയും കാലം 6 വർഷത്തോളം ഞങ്ങൾ അനുഭവിക്കുന്നു. അനുമതി ലഭിച്ചെങ്കിലും സ്ഥാപനം ഇന്ന് തുറക്കില്ലെന്ന് ഉടമകൾ പറഞ്ഞു. ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് പോലീസ് സുരക്ഷ ഉറപ്പാക്കിയ ശേഷമേ സ്ഥാപനം പ്രവർത്തനം തുടങ്ങൂവെന്നും ഫ്രഷ് കട്ട് മാനേജ്മെന്റ് അറിയിച്ചു. അതേസമയം ഫ്രഷ് കട്ടിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. 14 പേരെയാണ് ഈ കേസിൽ ഇതുവരെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മീഡിയ 1 കോഴിക്കോട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും. 36 സിനിമകളാണ് അവസാന ഘട്ടത്തിൽ. മികച്ച നടനുള്ള മത്സരത്തിൽ മമ്മൂട്ടി മുന്നിൽ നിൽക്കുമ്പോൾ മോഹൻലാൽ മികച്ച നവാഗത സംവിധായകനാകാനാണ് മത്സരിക്കുന്നത്. 2024 മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരമാണ് കേരള പിറവി ദിനമായ നാളെ പ്രഖ്യാപിക്കുന്നത്. ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ കമ്മിറ്റി അവസാനഘട്ട സ്ക്രീനിംഗ് പൂർത്തിയാക്കി. 128 സിനിമകളാണ് ജൂറിയുടെ പരിഗണനയ്ക്കെത്തിയത്. 2 പ്രാഥമിക ജൂറികൾ തിരഞ്ഞെടുത്ത സിനിമകളാണ് അന്തിമ ജൂറിക്ക് മുന്നിലെത്തിയത്. മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം, ഫെമിനിച്ചി ഫാത്തിമ, വിക്ടോറിയ തുടങ്ങിയ ചിത്രങ്ങൾ പുരസ്കാരത്തിനായി പരിഗണിക്കുന്ന ചിത്രങ്ങളിൽ അവസാന പട്ടികയിലുണ്ട്. മമ്മൂട്ടി, വിജയരാഘവൻ, ആസിഫ് അലി എന്നിവരാണ് മികച്ച നടനുള്ള മത്സരത്തിൽ മുന്നിലുള്ളത്. മികച്ച നടിമാരുടെ പുരസ്കാരത്തിന് ദിവ്യപ്രഭ, കനി കുസൃതി, ഷിംല ഹംസ എന്നിവർ മുന്നിട്ട് നിൽക്കുന്നു. നവാഗത സംവിധായകരായി മത്സരിക്കാൻ മോഹൻലാലും ജോജു ജോർജും ഉണ്ടെന്നതും ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡിന്റെ പ്രത്യേകതയാണ്. മികച്ച സംവിധായകരുടെ അവസാന പട്ടികയിൽ 7 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം. തദ്ദേശ വോട്ടർ പട്ടികയിൽ പരാതിക്കിടയാക്കിയത് പഞ്ചായത്ത് സെക്രട്ടറിമാർ നടത്തിയ ബൾക്ക് ട്രാൻസ്ഫർ എന്ന ആക്ഷേപം. വോട്ടർമാരുടെ മാറ്റത്തെക്കുറിച്ച് 7 ദിവസം നോട്ടീസ് പ്രസിദ്ധീകരിക്കണമെന്ന മാനദണ്ഡം പാലിക്കാതെ ട്രാൻസ്ഫർ നടത്തിയതാണ് പരാതി. വോട്ടുമാറ്റം സംബന്ധിച്ച രേഖകളും പലയിടത്തും സൂക്ഷിച്ചിട്ടില്ല. മീഡിയ 1 എക്സ്ക്ലൂസീവ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വിട്ടുമാറ്റിയെന്ന പരാതി ഉന്നയിച്ചയാൾക്ക് കോഴിക്കോട് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് സെക്രട്ടറി നൽകിയ മറുപടിയാണിത്. വോട്ട് മാറ്റിയത് സംബന്ധിച്ച രേഖ നഗരസഭാ സെക്രട്ടറിയുടെ കയ്യിലാണ്. നഗരസഭാ സെക്രട്ടറിയാണെങ്കിൽ ദിവസങ്ങളായി ഓഫീസിൽ വരാറുമില്ല. ഒരു രേഖ പോലും ഇവിടെ ഇല്ല, ഞങ്ങൾക്കറിയില്ല. സെക്രട്ടറി ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ നല്ല ഇതൊന്നും ചെയ്തതെന്നാണ് ഇന്ന് ഞങ്ങൾക്കത് രേഖയായിട്ട് എഴുതി തന്നിട്ടുണ്ട്. വോട്ട് മാറ്റം സംബന്ധിച്ചുള്ള രേഖ ലഭിക്കുന്നില്ല എന്നത് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ നിന്നും മാത്രമുള്ള പരാതിയല്ല. പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതാണ് അവസ്ഥ. മാനദണ്ഡങ്ങൾ പാലിച്ചല്ല വോട്ടുമാറ്റങ്ങൾ നടന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇതെല്ലാം. ഈ ഒരു സാഹചര്യത്തെ കൃത്യമായിട്ട് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി പലയിടത്തും സെക്രട്ടറിമാർ മിസ്യൂസ് ചെയ്തു. ഒരു അപേക്ഷയോ ഒരു ആക്ഷേപമോ കൂടാതെ തന്നെ കൂട്ടത്തോടെ രാഷ്ട്രീയ താല്പര്യത്തോടെ വോട്ടുകൾ ഏത് വാർഡിലേക്കാണോ മാറ്റേണ്ടത് ആ രീതിയിൽ മാറ്റുന്ന സാഹചര്യമുണ്ടായി. പഞ്ചായത്ത് സെക്രട്ടറിമാരെ രാഷ്ട്രീയമായി സ്വാധീനിച്ചെന്ന പരാതിയും പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട്. 2 തവണ പരാതി കേട്ട് തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയിലും പരാതികൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല.
പരാതി നിറഞ്ഞ വോട്ടർ പട്ടികയുമായി സുതാര്യമായ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. ഹാൽ സിനിമയ്ക്ക് സമാന്തര സെൻസറിംഗ് നിർദ്ദേശങ്ങളുമായി കത്തോലിക്ക കോൺഗ്രസ്. 16 രംഗങ്ങളിൽ പ്രശ്നമുണ്ടെന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കത്തോലിക്ക കോൺഗ്രസ് അവകാശപ്പെടുന്നു. ഹാൽ സിനിമാ നിർമ്മാതാക്കളുടെ ഹർജി ഹൈക്കോടതി 4 മണിക്ക് പരിഗണിക്കാനിരിക്കെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ സത്യവാങ്മൂലം. ക്രൈസ്തവർ വലിയ തോതിൽ മതം മാറ്റം നടത്തുന്നുവെന്ന ധാരണയുണ്ടാക്കുന്നതാണ് സിനിമ എന്നാണ് ആരോപണം. ഓപ്പറേഷൻ സൈ ഹണ്ടിൽ അന്വേഷണം വിദ്യാർത്ഥികളിലേക്കും. സൈബർ തട്ടിപ്പിൽ 2 വിദ്യാർത്ഥികളടക്കം 3 പേരെ കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ വഴി പണം കൈമാറിയെന്നാണ് കണ്ടെത്തൽ. ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഇന്നലെ മാത്രം 6 ലക്ഷത്തിലേറെ രൂപ പിൻവലിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഗെയിമിങ്ങിലൂടെ പണം ലഭ്യമാക്കാമെന്ന് കബളിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം വിദ്യാർത്ഥികളെ സമീപിക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ. തെരുവുനായ ശല്യ ഹർജികളിൽ ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകണമെന്ന് സുപ്രീം കോടതി. വെർച്വൽ ഹാജരാകാനുള്ള ആവശ്യം തള്ളി കേരള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഹാജരാകേണ്ടി വരും. കോട്ടയം വൈക്കത്ത് കാർ കനാലിൽ വീണ യുവ ഡോക്ടർ മരിച്ചത് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി അമൽ സൂരജ്. കോട്ടയം പാലായിൽ താൽക്കാലിക ഗാലറി തകർന്നു വീണ 15 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അപകടം പാലാ സെന്റ് തോമസ് കോളേജിൽ. തുടർച്ചയായ ഇടിവിന് ശേഷം സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 880 രൂപ കൂടി 89,960 രൂപയായി. പാലക്കാട് തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ. ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് പന്തീരങ്കാവ് മാങ്കാവ് റൂട്ടിൽ ബസ് ജീവനക്കാരുടെ പണിമുടക്ക്. സമരം വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുണ്ടായ കയ്യാങ്കളിയെ തുടർന്ന്. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു. ഗുണനിലവാര സൂചിക 309-ലെത്തി. ഇന്ത്യൻ ഹോക്കിയിലെ ഗോസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന ഗോൾ കീപ്പർ മാനുവൽ ഫെഡറിക് അന്തരിച്ചു. മാസ്മരിക പ്രകടനത്തിലൂടെ ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു കണ്ണൂർക്കാരനായ മാനുവൽ ഫെഡറിക്. ക്യാൻസർ ബാധിച്ച് ബംഗളൂരുവിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കണ്ണൂരെ ഭരണശ്ശേരിയിൽ ജനിച്ച് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ നെടുന്തൂണായി വളർന്ന അതുല്യ പ്രതിഭയാണ് മാനുവൽ ഫെഡറിക്. ബംഗാളികൾക്ക് പ്രിയപ്പെട്ട ദാതയും മഹാരാഷ്ട്രക്കാരുടെ ടൈഗറുമായിരുന്നു അദ്ദേഹം. സൈനികനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച മാനുവൽ 8 വർഷക്കാലത്തോളം ഇന്ത്യൻ കവാടം കാത്തു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ രാജ്യം വെങ്കല മെഡലും 73 ഹോളണ്ടിൽ നടന്ന ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളിയും നേടുമ്പോൾ ഇന്ത്യൻ നിരയുടെ വിശ്വസ്ത കാവൽക്കാരനായിരുന്നു അദ്ദേഹം. 78 അർജന്റീനൻ ലോകകപ്പിൽ 4ാം സ്ഥാനം നേടിയ ഇന്ത്യൻ ടീമിലും മാനുവൽ ഫെഡറിക് ഉണ്ടായിരുന്നു. മ്യൂണിക് ഒളിമ്പിക്സിൽ 6 കളികളിൽ 8 ഗോളുകൾ മാത്രം വഴങ്ങിയ മാനുവലിന്റെ പ്രകടനം ഹോക്കി ആരാധകരുടെ മനസ്സിൽ ഇന്നുമുണ്ട്. ഗോൾ വലക്ക് മുന്നിലെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനത്തിലൂടെ ആരാധകരെ കയ്യിലെടുത്ത താരത്തെ 2019 ധ്യാൻചന്ദ് അവാർഡ് നൽകി രാജ്യം ആദരിച്ചു. 8 തവണ തള്ളിയ ശേഷമായിരുന്നു അവാർഡിന് അദ്ദേഹത്തെ രാജ്യം പരിഗണിച്ചത്. പിന്നാലെ ജന്മനാട്ടിൽ വീട് നിർമ്മിച്ചു നൽകി സംസ്ഥാന സർക്കാരും മാനുവൽ ഫെഡറിക്കിനെ അംഗീകരിച്ചു. എന്നാൽ അദ്ദേഹത്തിന് അർഹമായ അംഗീകാരം രാജ്യം നൽകിയില്ലെന്ന പരാതി ആരാധകർക്കും അഭ്യുദയകാംക്ഷികൾക്കുമുണ്ട്. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ശേഷം മകൾക്കൊപ്പം ബംഗളൂരുവിലായിരുന്നു താമസം. ഇതിനിടെയാണ് രോഗബാധിതനായത്. മികച്ച സേവകളിലൂടെ ഗോൾവല കാത്ത താരം ഒടുവിൽ ഓർമ്മകളുടെ ലോകത്തേക്ക് മറഞ്ഞു. മീഡിയ 1 കണ്ണൂർ. ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 1:45 മെൽബണിലാണ് മത്സരം. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. 18 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ 10 ഓവറിൽ 97 റൺസിൽ നിൽക്കെയാണ് മത്സരം നിർത്തിവെച്ചത്. ഇത്തവണയും മഴ ആശങ്കയുയർത്തുന്നുണ്ട്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഫിഡെ ചെസ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഗോവയിലെ റയോ റിസോർട്ടിൽ നടക്കുന്ന മത്സരങ്ങളിൽ 206 താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യയ്ക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രാതിനിധ്യമാണ് ഇത്തവണയുള്ളത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഡി ഗുകേഷ് അടക്കം 24 പേർ ഇന്ത്യയ്ക്കായി ഇറങ്ങും. ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്ന ഏക വനിതാ താരം. സൂപ്പർ കപ്പിൽ ഇന്ന് കൊൽക്കത്ത ഡെർബി. രാത്രി 7:30 മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വൈകിട്ട് 4:30 നടക്കുന്ന മത്സരത്തിൽ ഡംബോ സ്പോർട്ടിംഗ് ക്ലബ് ചെന്നൈയിൻ FC യുമായി ഏറ്റുമുട്ടും.